ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോപണത്തിനും പന്തക്കുസ്തയ്ക്കും ശേഷം നാളുകൾ കഴിഞ്ഞാണ് ഭീകരനായിരുന്ന സാവൂളിനെ യേശു ക്രിസ്തു പൗലോസായി മാറ്റുന്നത്. ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ ദമാസ്കസിലേക്ക് പോകുന്നത് വഴി കർത്താവ് തന്നെ ദർശനം നൽകിക്കൊണ്ട് സാവൂളിനെ കുതിരപ്പുറത്ത് നിന്ന് തട്ടിയിട്ടു. നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന ചോദ്യം ഒരു ശരം പോലെയാണ് പൗലോസിൽ തറച്ചു കയറിയത്. പൗലോസ്ലിയ തന്നെ പറയുന്നു, ഗലാത്യ ലേഖനം 1:12 ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കാരണം മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും എന്നെ പഠിപ്പിച്ചതുമല്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നില്ലേ? ദൈവത്തെ തിരിച്ചറിയുക, അവിടുത്തെ സന്ദേശങ്ങൾ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ഇതെപ്പോഴും ദൈവം നൽകുന്നുണ്ട്, എന്നാൽ നാം തിരിച്ചറിയുന്നുണ്ടോ? ഈ സന്ദേശം ദൈവിക സ്വരം ശ്രവിക്കുന്നതിനും ദൈവിക സന്ദേശമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനുള്ള വലിയ കൃപ എല്ലാവർക്കും നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്നതും മറക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ വിജയവും സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നതാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനവും ഈ നിമിഷം ഇത് കേൾക്കുന്ന എല്ലാവരിലും ഒഴുകിയിറങ്ങട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ.